ബഹുമാനവും നിറഞ്ഞ യൂസഫ് പാച്ചാനി, മുഹമ്മദ് കുഞ്ഞി, മൈമൂൻ നഗർ, പ്രാർത്ഥന നടത്തിയ MP മുഹമ്മദ്, MA അബ്ദുറഹിമാൻ, ആരിഫ്, അമീച്ച, എല്ലാവരും വിശിഷ്ട വ്യക്തികളാണ്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ഫാത്തിമ അബ്ദുല്ല കുഞ്ഞിയുടെ ഒരു അനുസ്മരണമാണ്. അവർ 2-3 പ്രാവശ്യം കുമ്പള പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഒരു പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്നു. നല്ലൊരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. എൻ്റെ ഭാര്യ ഒരുപാടൊന്ന് പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ അവരുടെ കൂടെ തന്നെ മെമ്പറായ അവരാണ് ഫാത്തിമ. അപ്പോൾ ഒരു തമ്മിൽ നല്ല പരിചയവും ഒരുപാട് നല്ല ബന്ധവുമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് മരിക്കുന്നതിന് കുറച്ച് 1-2 ആഴ്ച മുമ്പ് നാട്ടിലേക്ക് വന്നപ്പോഴും അവരോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ദീർഘകാലം അസുഖമായിരുന്നു. വലിയ പ്രായമൊന്നുമില്ല മരിക്കുന്ന സമയത്ത്. ഏതായാലും നല്ലൊരു നിസ്വാർത്ഥ സാമൂഹ്യ പ്രവർത്തക എന്ന് നമുക്ക് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. വലിയൊരു സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ അതിൻ്റെ പിറകെ പോവാതെ തനിക്ക് കിട്ടുന്ന ആ പഞ്ചായത്തിൽ കിട്ടുന്ന ശമ്പളം വരെ ആ വാർഡിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടി തയ്യാറായ ഒരു വ്യക്തിയാണ്. പിന്നെ അവരെന്നെ പറയുന്നവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. ഒരുപാട് കമലാസുരയ്യ അവരുടെ ഒരു വലിയ ആരാധകയായിരുന്നു. അവരുടെ ഒരു പുസ്തകത്തിൻ്റെ ആമി എന്നുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ സാഹിത്യവേദി പ്രവർത്തകരുമായിട്ടൊക്കെ റഹ്മാൻ താലങ്ങാടിയുടെയൊക്കെ ഒരു അനുസ്മരണ കുറിപ്പൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരുപാട് പ്രതിഭകളുടെ കൂടെ സഹവസിച്ച് അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു മഹതിയായിരുന്നു ഫാത്തിമ അബ്ദുല്ല. പിന്നെ അവർ പറയും ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു വിട്ടു. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. 14-ാമത്തെയോ 15-ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിച്ച് വന്നതാണ് അവർ. നമ്മുടെ അവരുടെ ഭർത്താവ് ഒരു പൊതുപ്രവർത്തകനാണ്, CM അധ്യക്ഷൻ, എല്ലാവർക്കും അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അവർ സുഖമില്ലാത്ത 2-3-4 വർഷമായിട്ട് പുരയിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ തീർത്തും നേരത്തെ അയാൾ ഒറ്റപ്പെട്ട് ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് അദ്ദേഹം. ഏതായാലും ഇങ്ങനെ ഒരു അനുസ്മരണം ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വാർഡിൽ തന്നെ അവർ 2010-15 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് വിജയിച്ചിട്ട് പോയത്. അതിന് മുമ്പത്തെ പ്രാവശ്യം കറക്റ്റ്. അപ്പോൾ ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു. എന്തോ ആ സ്ഥാനത്തേക്ക് അവരെത്തിയില്ല, എന്തെങ്കിലും ആകട്ടെ. ഏതായാലും വനിതാ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സമിതി അംഗം എന്നുള്ള ആ രീതിയിലൊക്കെ പ്രവർത്തിച്ച ഒരു മഹതിയാണ്. ഏതായാലും ഇങ്ങനെ ഒരു അനുസ്മരണ യോഗം ചേർന്ന് അവരുടെ ആ പ്രവർത്തനത്തെ അനുസ്മരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് അവരുടെ പാരത്രിക ജീവിതം ശോഭനമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും നൽകാൻ പറ്റുന്നത്. അവർക്ക് എല്ലാവിധ ഈ ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സർവശക്തൻ പുറത്ത് അവർക്ക് നല്ലൊരു പാരത്രിക ജീവിതം സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പാച്ചാനി സാഹിബ്, മുഹമ്മദ് കുഞ്ഞി, മൈമാഷ്, MP മുഹമ്മദ്, ആരിഫ്, പ്രകടനിച്ച വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഒരു അനുശോചന യോഗത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഫാത്തിമ അബ്ദുല്ല കുഞ്ഞി എന്ന ഒരു വനിത നമ്മുടെ ഇടയിൽ ജീവിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമ അബ്ദുല്ല കുഞ്ഞിയെ കുറിച്ച് പറയുമ്പോൾ പുറമെ ഒരു കാർക്കശ്യ രൂപത്തിലായിരുന്നുവെങ്കിലും തൻ്റെ വാർഡിലുള്ള ജനങ്ങളോട് അങ്ങേയറ്റം പ്രതിബദ്ധത പുലർത്തിയിരുന്ന
ഒരു വനിതയായിരുന്നു ഫാത്തിമ അബ്ദുള്ള കുഞ്ഞി. തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെ മുന്നിലും വെട്ടിത്തുറന്ന് പറയാനും ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ ശരിയായ പാതയിലൂടെ പഞ്ചായത്തിലും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ മെമ്പറായിരുന്ന കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ച് ആ വാർഡിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ആ വാർഡിലേക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ മാഷ് അദ്ദേഹത്തിന് അവരുടെ സാഹിത്യ രംഗത്തുള്ള സംഭാവനകളൊക്കെ ഇവിടെ മാഷ് അനുസ്മരിച്ചു. വലിയ വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിലും പിന്നീട് SSLC ഒക്കെ അവരെ പിന്നീട് എഴുതിയെടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ചെറിയ വിദ്യാഭ്യാസത്തിന് മുമ്പിൽ തനിക്ക് കൂടുതൽ വിദ്യാഭ്യാസം നേടാനുള്ള ഒരു പ്രചോദനം അവർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തായിരുന്നു. അവർ നല്ല കൂടുതൽ വായനയിലൂടെ അവർ നല്ല ഒരു സ്വന്തമായി പുസ്തകം വരെ അവർ എഴുതിയിട്ടുണ്ട്. ആമി എന്ന കമലാസുരിയെ കുറിച്ചുള്ള ഒരു പുസ്തകം അത് സാഹിത്യവേദിയിലൊക്കെ നല്ല ചർച്ചക്കിടയാക്കിയിരുന്നു. നമ്മുടെ റഹ്മാൻ താലിങ്ങടിയെ പോലുള്ള വ്യക്തികളൊക്കെ ആ പുസ്തകത്തിന് വളരെയധികം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചത്. ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നത് ബഹുമാനപ്പെട്ട താങ്കളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാഥ ആ വനിതയുടെ ഫാത്തിമ അബ്ദുള്ള കുഞ്ഞിയുടെ ഖബറിനെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കണമേ. നാളെ നമ്മെ എല്ലാവരെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനവസരം തന്ന ഈ കമ്മിറ്റിയെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരും ആദരണീയരുമായ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഗരാലിലെ മാന്യ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മാഷ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട MA അബ്ദുറഹ്മാൻ, പ്രിയപ്പെട്ട MP മുഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹമീച്ച, പ്രിയപ്പെട്ട വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട കരീം അരിമല, മുഹമ്മദ് കുഞ്ഞ് അടക്കമുള്ള നമ്മുടെ യൂസുഫ് അച്ചാനി, എല്ലാ ഇവിടെ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട വ്യക്തിത്വങ്ങളാണ്. ഹാജി ഇസ്മായിൽ അടക്കമുള്ള പ്രിയപ്പെട്ട KMCCയുടെ നേതാക്കൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടും വലിയ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് ഇവിടെ വനിതാ നേതാക്കൾക്കിടയിൽ വലിയൊരു വിടവ് തീർത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഫാത്തിമ അബ്ദുള്ള കുഞ്ഞി നമ്മളിവിടെ പറഞ്ഞു പോയത്. നമ്മുടെ ഈ വാർഡിനെ ഗ്രാമപഞ്ചായത്തിന് പ്രതിനിധാനം ചെയ്തുകൊണ്ട് 5 വർഷത്തോളം കാലം ഈ ഗ്രാമത്തെ, പ്രത്യേകിച്ച് ബദരിയ നഗറിനെ, അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരെയും വലിയ രൂപത്തിലുള്ള വ്യക്തിബന്ധം ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ കഴിഞ്ഞ 5 വർഷം ഇവിടെ പ്രവർത്തിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ നേതാക്കൾ എന്ന നിലയിൽ ഇപ്പോഴും കടന്നു വരാൻ, പൊതുരംഗത്തേക്ക് കടന്നു വരാൻ നമ്മളുടെ ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ മുഗരാൽ പോലത്തെ പ്രദേശങ്ങളിലേക്ക് കടന്നു വരാൻ ഇന്നും വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ്. ഇന്നൊക്കെ ടെക്നോളജിയും അതിൻ്റെ നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണ്. പക്ഷെ ഫാത്തിമ അബ്ദുള്ള കുഞ്ഞി എന്ന് പറയുന്ന നമ്മുടെ വനിതാ ലീഗിൻ്റെ നേതാവ്, അവർക്ക് കണ്ട ഒരു പ്രത്യേകത എന്നുള്ളത്, നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മളൊരു ഇലക്ഷൻ അതിൻ്റെ തീച്ചൂളയിൽ നിന്ന് കടന്ന് ഇപ്പോൾ നാളെ അതിൻ്റെ ഫലം വരാനിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ഒരു വനിതാ നേതാവിനെ ഒരു വാർഡിൽ പ്രഖ്യാപിച്ച് അത് ഈ ജനങ്ങളുടെയിൽ പരിചയപ്പെടുത്താൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് ജനങ്ങൾക്കിടയിൽ അവർ ഈ വാർഡിൽ നിന്ന് തന്നെ കണ്ടെത്തിയാലും അവരുടെ ഈ വാർഡിലെ ജനങ്ങളിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു
പ്രയാസകരമായ ഒരു സാഹചര്യം പല വാർഡുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നു. ആ നിലയിൽ നിന്ന് നമ്മുടെ ഈ മുഗരാലുകാരായി അവർ സ്വന്തം വാർഡിൽ നിന്ന് അവർ മത്സരിച്ചിട്ടില്ല. അവർ മത്സരിച്ചത് നമ്മുടെ വടക്കേയറ്റത്തുള്ള ഈ ഗ്രാമപഞ്ചായത്തിന്റെ വടക്കേയറ്റത്തുള്ള ഉളുവാറിൽ നിന്ന് മത്സരിച്ചു. അതിനുശേഷം തീരദേശ മേഖലയിലെ പടിഞ്ഞാറ് വശത്തുള്ള കോസ്റ്റൽ ഏരിയയിൽ നിന്ന് കൊയ്പ്പാടിയിൽ നിന്ന് മത്സരിച്ചു. പിന്നെ ഈ പഞ്ചായത്തിൽ ഒരു മധ്യനിലയിൽ നിന്നുള്ള ഈ ബദ്രിയാനഗറിൽ നിന്ന് അവർ മത്സരിച്ചു. എവിടെ മത്സരിച്ചാലും അവർ വലിയ രൂപത്തിലുള്ള വിജയിച്ചു വരുന്ന ഒരു അസാമാന്യമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം അവർ ബ്ലോക്ക് പഞ്ചായത്തിലും അവരുടെ ഈ മുഗരാൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിൽ അവർ ജനവിധി നേടിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. കാരണം ഇന്നെന്ന് വന്നിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇവിടെ നിന്ന് മുഗരാലിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഉളുവാറിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു കാലമാണ് ഈ കാലത്ത്. അല്ലെങ്കിൽ ഉളുവാറെന്ന് ഒരാളെ കൊണ്ടുവന്ന് മുഗരാലിൽ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുകളുന്ന ഒരു കാലത്ത് എവിടെ നിന്നാലും അവർ വിജയിക്കുന്നു. അപ്പോൾ അവരുടെ വ്യക്തിത്വം ജനങ്ങൾക്കിടയിൽ അവർക്കുണ്ടായിരുന്ന ഒരു സ്വീകാര്യത, അത് തന്നെയാണ് അവർ എപ്പോഴും ഒരു വിജയസാധ്യതയുള്ള ഒരു വനിതയായി പാർട്ടിക്കും അതുപോലെ തന്നെ സമൂഹത്തിനും തോന്നിയിട്ടുള്ളത്. അതാണ് അവരുടെ ഒരു വിജയരഹസ്യം എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ എം എ അബ്ദുറഹ്മാൻ വളരെ നല്ല രൂപത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, എഴുത്തുകാരിയാണ്. നമുക്ക് പലപ്പോഴും നമ്മളെല്ലാവരും നമ്മളുടെ ഹൃദയത്തിൽ നമ്മളെ നല്ല എഴുത്തുകാരും നല്ല പാട്ടുകാരാണ്. പക്ഷെ അതൊന്നും പുറത്ത് കാണുന്നില്ല. പുറത്ത് ജനിക്കാത്തിടത്തോളം കാലം നമ്മൾ ആരും പാട്ടുകാരനാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നല്ല എഴുത്തുകാരുണ്ട്. പക്ഷെ എഴുതാത്തിടത്തോളം, സമൂഹത്തിൻ്റെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം ഒരിക്കലും നല്ലൊരു അതുപോലെ തന്നെ എഴുത്തുകാരനായി ആരും അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ വളരെ അസാമാന്യമായ അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വിദ്യാഭ്യാസം ചെറുപ്പം ആ കാലഘട്ടത്തിൽ നമ്മളുടെ മുഗരാലിലെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് പരിമിതപ്പെട്ടു പോയ ഒരു കാലമാണ്. ആ കാലചക്രങ്ങളിൽ നിന്ന് അതിൻ്റെ ഭേദിച്ചുകൊണ്ട് അവർ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മേഖലകളിൽ കടന്നു വരികയും നല്ല ഒരു എഴുത്ത് കമലാസുരയെ കുറിച്ചിട്ടുള്ള അവരുടെ അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകം എഴുതി. അത് വളരെ അപൂർവമാണ്. ഒരു പെണ്ണെഴുത്ത് എന്ന നിലയിൽ മുഗരാലിൽ വളരെ അപൂർവമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവരൊരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ഒരു മഹതി എന്ന നിലയിൽ അവർ ഈ ഹരിത പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു നിന്നതും അതൊരു മറ്റൊരു കഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ വരുത്തിയിട്ടുള്ള വിയോഗം നികത്താനാവാത്ത പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എല്ലാവരുടെയും മരണം നമുക്ക് ഏറെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷെ ചില ആളുകളുടെ വിയോഗം അങ്ങേയറ്റത്തെ വേദന ഉണ്ടാക്കുന്ന ആ ഗണത്തിലാണ് ഫാത്തിമ അബ്ദുൽ കുഞ്ഞിയുടെ വിയോഗം. അവർ ഈ കഴിഞ്ഞ ഇവിടെ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അവരിവിടെ അതിനെ വിജയിപ്പിച്ചെടുക്കാൻ അവരോടൊപ്പം ചേർന്ന ഒരാളെന്ന നിലയിലും ആ 5 വർഷം വലിയ രൂപത്തിൽ എന്നോട് പല രൂപത്തിലും അവർ ഉപദേശം തേടുകയും അവരുടെ കുടുംബത്തിൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങളിലും അവർ ആ ബന്ധം ഈ അടുത്ത കാലം വരെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അന്ന് തുടങ്ങിയ ആ ഒരു ബന്ധം അവർ മരിക്കുന്നത് ഒരു 4-5 ദിവസം മുമ്പ് വരെ. കാരണം ഞാനതിൽ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വളരെ നല്ല ഒരു പ്രസന്നവതിയായിട്ടാണ് ഫാത്തിമ അബ്ദുൽ ആർക്കും കണ്ടിട്ടുണ്ടാകും. ഒരു മുഷിഞ്ഞ രൂപത്തിൽ ഒരു അപ്രതീക്ഷിതമായി കാണപ്പെടുന്ന ഒരു വ്യക്തിത്വമേ അല്ല. വളരെ അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരങ്ങനെ ഒരാളും കണ്ടിട്ടുണ്ടാവില്ല. അവരെ കാണുന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റായ രൂപത്തിൽ പ്രസന്നവതിയായി എവിടെയും നല്ല രൂപത്തിൽ അവരെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അവർ മുഷിഞ്ഞ് വല്ലാത്ത വിഷമത്തിലുണ്ടാകുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗശൈലിയുണ്ടാകുന്ന അവസരത്തിൽ അവരാരും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ അവർ ഒരു കഴിഞ്ഞ 2 വർഷത്തോളം അവർ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകുമ്പോൾ അവർ ഏറ്റവും ഒരു 4-5 ദിവസം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇവിടെ ഈ എറണാകുളത്ത് പിന്നെ ഞാൻ മരിക്കും, മരണത്തെ മുൻകൂട്ടി കണ്ടതുപോലെയാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്കതേണ് എറണാകുളത്ത് തന്നെ എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ വിധി മറ്റൊന്നായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് അവസാനം പറഞ്ഞു ഇനി ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വെന്റിലേറ്ററിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. അവരുടെ ഒരു
ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് നിലനിൽക്കുന്നുള്ളത്. അതുകൊണ്ട് അവർ മരണത്തിലേക്ക് ഓരോ നിമിഷവും കടന്നു പോകുന്നുണ്ട്. അതൊരു ഹോസ്പിറ്റലിൽ കിടത്തിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. കുടുംബക്കാരോട് പറഞ്ഞ് എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ അതും കൂടി നല്ലതാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പിന്നെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി അവരെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവരുന്നു. ആ വഴിമധ്യേ അവരെ കുടുംബക്കാരെല്ലാം എന്നെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ. അപ്പോൾ പുലർച്ചെ ഏകദേശം കണ്ണൂർ കഴിഞ്ഞ ഉടനെ അവർ ഈ ലോകത്തോടാണ് പറയുന്നത്. പിന്നെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ ഇവിടെ നിന്നാണ് അവർ പിന്നെ കപ്പൻ ചെയ്ത് അവർ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മുടെ ജമാഅത്ത് പള്ളിയുടെ മക്ബറയിൽ അവരെ ദഫൻ ചെയ്തതെല്ലാം ഒരു ചരിത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഫാത്തിമ അബ്ദുൽ കുഞ്ഞി എന്ന് പറയുന്ന ആ വ്യക്തിത്വം എക്കാലത്തും ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ അവരുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ജമാഅത്ത് പള്ളിയുടെ മക്ബറയിൽ എത്ര ആയിരക്കണക്കിന് ആളുകളുടെ ജനാസകൾ ഇങ്ങനെ ചലനമറ്റ് നമ്മൾ അവിടെ നിന്ന് സ്വീകരിക്കുകയും അവരൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് അവരൊക്കെ കഴിവുള്ളവരായിരുന്നു. അവരൊക്കെ അവരുടേതായ കാലത്ത് അവരുടെ വ്യക്തിത്വം പതിപ്പിച്ചെത്തിയ അനേകമായിരം ആളുകൾ ആ പള്ളിയുടെ നീർതാങ്കല്ലിൽ ഇന്നും നമുക്ക് കാഴ്ചവെച്ച് നിൽക്കുന്നതാണ്. ഏതായാലും അതുപോലെ ഒരു വ്യക്തിത്വം ആണ് ഫാത്തിമ അബ്ദുൽ കുഞ്ഞി എന്നുള്ളതാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നിവിടെ പുലരുന്ന ഒരു കാര്യം എന്നുള്ളത് ഫാത്തിമ അബ്ദുൽ കുഞ്ഞി എന്തുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ഹരിത രാഷ്ട്രീയ സംഘശക്തിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ കിട്ടുന്ന ഒരു പ്രത്യേകതയും പ്രാധാന്യം മാത്രമാണ്. നമ്മളാരും ഒരു പക്ഷേ ഗ്രാമപഞ്ചായത്ത് ഒരു മെമ്പർ പോലും ആയി കാണാൻ ആഗ്രഹിക്കാത്തവരായിരിക്കാം. നമ്മളെല്ലാവരും MLA ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ഒരു സ്ഥാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടെ ഇരിക്കുന്ന ആരും പ്രവർത്തിക്കുന്നത്. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ചലനമറ്റ ഒരു ശരീരമായി ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഇതുപോലെ ഒരു യാത്ര വെള്ളപ്പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ പള്ളിയുടെ മക്ബറയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കുറേ ആളുകൾ, അവിടെ നിന്ന് നിസ്കരിക്കാൻ കുറേ ആളുകൾ, അതുപോലെ തന്നെ അവിടെ നിന്ന് ദഫൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുആകൾ, പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള അനുസ്മരണകൾ, ഇതൊക്കെ ഈ ഹരിത സംഘശക്തിയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ജീവിതാന്ത്യം വരെ അവർ ഈ ഹരിത പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഒരു വനിതാ നേതാവെന്ന നിലയിൽ ഇവിടെ നിലയിൽ ആരോട് പ്രവർത്തിക്കുകയും ആത്യന്തികമായി അവർ ഇവിടെ പറയുമ്പോൾ അവർക്ക് കിട്ടിയ മുമ്പെങ്ങുമില്ലാത്ത ഒരു വനിതകൾ എത്രയോ സഹോദരിമാർ നമ്മൾ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് കിട്ടാത്ത ഒരു സ്വീകാര്യത അവരുടെ അന്ത്യയാത്രയിൽ നമ്മുടെ വലിയ ജമാഅത്ത് പള്ളിയുടെ അവരുടെ അന്ത്യയാത്രയിൽ നമുക്ക് കാണപ്പെട്ട ആ ജനാവലിയും അവർക്ക് കിട്ടിയ വലിയ ഒരു സ്വീകാര്യതയാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ദുനിയാവിൽ ചെയ്ത ഈ ഭൗതികമായ ലോകത്ത് നിർവഹിച്ച എല്ലാ സൽക്രമങ്ങളും അന്ത്യനാളിൽ ഉപകരിക്കുന്ന അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹ് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കാം റഹ്മാൻ. അവരെയും നാളെയും ഞങ്ങളെയും എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കാണാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ. അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഈ വാർഡിനെ ഇത്ര കരുത്തുറ്റതാക്കി മാറ്റിയ നമ്മുടെ ബഹുമാനപ്പെട്ട ആദി തങ്ങളവറുകളെ, അതുപോലെ ഈ മൊഗ്രാലിൻ്റെ ഗുരുനാഥനും എനിക്ക് ബന്ധപ്പെട്ടവരുമായ മാഹിം മാഷ് അവറുകളെ, അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബ് അവറുകളെ, എൻ്റെ ഉറ്റ സുഹൃത്ത് ഉസ്താദ് അവറുകളെ, എൻ്റെ ചെറുപ്പം മുതലേ എന്നോടൊപ്പം കളിച്ചും ചിരിച്ചും രസിച്ചും ഒന്നിച്ചുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് സിംഗർ അവറുകളെ, ഈ വാർഡിൻ്റെ കരുത്തനായ പ്രസിഡന്റ് കരീം സാഹിബ് അവറുകളെ, പ്രഗത്ഭനായ സെക്രട്ടറി മമ്മൂട്ടി അവറുകളെ, മറ്റു നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ജില്ലയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിൻ്റെ വിനിയോഗമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തീരാ നഷ്ടവും വേദനയുമാണ് ഈ പ്രദേശത്തുകാർക്ക് ഈ വാർഡിന് നൽകിയ സേവനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. 20 വർഷക്കാലം ജനപ്രതിനിധിയായി
സേവനം ചെയ്ത ആ മഹദിക്ക് അള്ളാഹു എല്ലാവിധ സുഖസൗകര്യങ്ങളും അള്ളാഹു ആഖിറത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ നേതൃത്വ ഗുണം വളരെയധികം തുളുമ്പി നിൽക്കുന്ന ഒരു മഹതിയാണ് ഫാത്തിമ അബ്ദുള്ള കുഞ്ഞ്. നിസ്വാർത്ഥ സേവകൻ, വളരെയധികം ജനഹൃദയങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഫാത്തിമ അബ്ദുള്ള കുഞ്ഞ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ഉളുവാറിലാണ്. ഉളുവാറിൽ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചു എന്നോട്. അത് ഒന്നിച്ച് അബ്ദുള്ള കുഞ്ഞ് ഉണ്ടായിരുന്നു, ഭർത്താവായ. ആ അബ്ദുള്ള കുഞ്ഞ് കുമ്പളയിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠിയായിരുന്നു. അന്ന് കുമ്പള സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് ദൂരെ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അന്ന് മൊഗരാലിലോ, മൊഗരാൽ പുത്തൂരിലോ, അങ്കടിമുഖറോ, ബദിയടുക്കയിലോ എവിടെയും 7ാം ക്ലാസ് പാസ്സായവർക്ക് പഠിക്കാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് കൂടുതൽ ആൾക്കാരും അന്ന് കുമ്പളയെ ആശ്രയിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ഞാൻ കുമ്പളയിൽ പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠിയായി അബ്ദുള്ള കുഞ്ഞുണ്ടായിരുന്നു. ഈ ബന്ധം അവരറിഞ്ഞതു മുതൽ എന്നോട് വളരെ ഒരു സഹോദരൻ്റെ രൂപത്തിലാണ് പെരുമാറിയത്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഉൾവാറിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ അവർ ഉൾവാറിൽ നല്ല നിലയിൽ സേവനം ചെയ്തു. അങ്ങനെ വളരെ അധികം എല്ലാവർക്കും പ്രിയപ്പെട്ട മെമ്പറായി മാറിയ അവസരത്തിൽ ഞാൻ ഇവിടെ വന്ന് ഈ ബദിരനഗർ വാർഡിൽ താമസം തുടങ്ങിയപ്പോൾ ഇവിടെയും ആ മഹദി ഇവിടെയും മത്സരിക്കാൻ വന്നു. പക്ഷേ ഞാൻ ഉൾവാറിലും ഈ മഹദിക്ക് വോട്ട് ചെയ്തിട്ടില്ല, മൊഗരാലിലും വോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പോലും എന്നോട് അളവറ്റ സ്നേഹം പ്രകടിപ്പിക്കുകയും എൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ എന്നോട് പെരുമാറുകയും ചെയ്ത ആ മഹദിക്ക് അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ സംസാരിച്ച് നിങ്ങളെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു അവരെയും നമ്മളെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.